ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതും നമ്മുടെ സ്റ്റൈലിൽ. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിച്ചു, അതിലേക്ക് ചട്ടി വെച്ചു. നമ്മളിപ്പം മീൻ മുളക് വറുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇതാ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് ചെറിയ ഉള്ളി നമ്മൾ ആദ്യം അതിനകത്തോട്ട് ഇടുവാണ്. എന്നിട്ട് നമ്മളൊരു തവി എടുത്ത് ചെറിയ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം വറുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പുളി ഇതിൽ ആഡ് ചെയ്യും. അത് എണ്ണ നന്നായിട്ട് ചൂടായി ഉള്ളി ഇച്ചിരി ഒന്ന് ചൂടായപ്പോഴത്തേനും നമ്മളതിലേക്ക് മല്ലിപ്പൊടി ഇടുകയാണ്. അതും 2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി ഇടുക. അത് നമ്മൾ 2 സ്പൂൺ ഇട്ടിരിക്കുന്നു. പിന്നെ കുരുമുളക് നമ്മുടെ എരി അനുസരിച്ച് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂണൊക്കെ ഇടാം. അപ്പം നമ്മൾ 1 ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതാ ഉലുവ, പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് ഇളക്കുക. അതായത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഇളക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടിരിക്കും. അതിനുശേഷം നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കണം. ഇനി നമ്മുടെ പുളിയും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ആറുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. കാര്യം ആറിയതിന് ശേഷമേ നമുക്കിത് മിക്സിയിലിട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തക്കാളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് അരപ്പ് മിക്സ് ചെയ്യാൻ പോവുക. അരപ്പ് നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായിട്ട് അതിലേക്ക് വടിച്ചൊഴിച്ച് അതിനെ കലക്കുക. നമ്മൾ നേരത്തെ പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ടില്ലായിരുന്നോ, അതിൻ്റെ വെള്ളമാണ് അത്. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് വെച്ച് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ 1 സ്പൂൺ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുക. ഇനി നമുക്ക് തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ ഉപ്പ് അനുസരിച്ച് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിവിടെ ഭയങ്കര ഉപ്പ് വേണ്ടുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ സാധാ ഇതിൽ വയ്ക്കുന്ന ആൾക്കാരാണ്. ഇനി നമ്മളിത് അടുപ്പ് കത്തിക്കുവാണ്. അടുപ്പ് കത്തിച്ച് ഇതിനെ തിളയ്ക്കാൻ വിടാം. നമ്മളൊരടപ്പെടുത്ത് അടച്ച് ഇത് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം മീനിട്ടാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മീനിടാം. അതാ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ആ മീൻകുട്ടന്മാരെല്ലാം അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് അരപ്പ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ
ഒന്ന് ലേശം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. കാര്യം ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടി അതിനകത്തോട്ടാകുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇവന്മാരെ അടച്ച് വയ്ക്കാം. ഇവന്മാരവിടെ ഇരുന്ന് അങ്ങനെ ചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കിയും കൂടെ പറ്റിക്കോളും. എന്നിട്ട് നമുക്ക് പുട്ടും കൂട്ടി ഇവന്മാരെ ഒന്ന് കഴിക്കാം. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.